പാലക്കാട് നിന്ന് തുടങ്ങിയ ഒരു യാത്രയുടെ കഥയിലേക്കാണ്. അറിവാണ് ലോകത്തെന്തിനേക്കാളും വലുതെന്ന് വിശ്വസിക്കുന്ന UAE സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന ഒരു മനുഷ്യൻ്റെ കഥ. കേരളത്തിലെ പോലീസുകാരൻ UAE വക്കീലായ കഥ. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അധ്യാപകൻ ആരാകാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ തൗഫീഖ് ബസ്സിലെ ഡ്രൈവർ ആവാനാണെന്ന് പറയാൻ അബ്ദുൽ ഹക്കീമിന് ഒരു സംശയവുമില്ലായിരുന്നു. താൻ ജീവിക്കുന്ന ആ നാടിനപ്പുറം മറ്റൊരു ലോകമുണ്ടാകുമെന്നുള്ള ചിന്ത പോലും അന്ന് ഹക്കീമിനില്ലായിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ മുന്നോട്ട് പോയ ഹക്കീം 10ാം തരത്തിൽ പരാജയപ്പെട്ടപ്പോഴും കാര്യമായി വിഷമിച്ചില്ല. പഠനത്തെക്കുറിച്ചോ അറിവിന്റെ ലോകത്തെക്കുറിച്ചോ ഒരു സമയത്തും ആ വിദ്യാർത്ഥി ചിന്തിച്ചിരുന്നുമില്ല. പക്ഷേ ജീവിതം ഒരു സിനിമാ കഥ പോലെ മാറി മറിഞ്ഞത് പിന്നീടാണ്. 2 തവണ 10ാം തരം എഴുതി എങ്ങനെയോ ഒടുവിൽ വിജയിച്ച് ഒരു തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ദിവസം വലിയൊരു തിരിച്ചറിവ് ഹക്കീമിനുണ്ടായത് ഇങ്ങനെയാണ്. അന്ന് 10ാം തരം പരാജയപ്പെട്ടപ്പോഴുണ്ടായതിനേക്കാൾ വലിയ വിഷമമുണ്ടാക്കിയ സംഗതി. രണ്ടാമത്തെ പ്രാവശ്യവും 10ാം ക്ലാസ് എഴുതി വീണ്ടും പരാജയമായിരുന്നു ഫലം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ പണികളിലൊക്കെ മുഴുകി. ഒരു ദിവസം എനിക്ക് എന്താണ് എൻ്റെ അനുഭവം എന്ന് ഓർമ്മിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ഞാൻ അന്ന് ജ്യേഷ്ഠൻ്റെ സ്കൂളിൽ പോണ സമയത്ത് അന്ന് അവിടുത്തെ മാനേജർ ആരോ ഉണ്ടായിരുന്നു. അവർ അന്ന് ലീവായിരുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് ഫീസ് റെസിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അവിടുത്തെ ഒരു ടീച്ചർ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഫീസ് റെസിപ്റ്റ് എഴുതിയപ്പോൾ എഴുതുന്ന സമയത്ത് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ, ഇത് എഴുതാൻ കിട്ടണില്ല, അല്ലെങ്കിൽ എനിക്കറിവില്ല, അതാണ് കാരണം. അങ്ങനെ എനിക്ക് മനസ്സിലത് കഴിഞ്ഞ ശേഷം വളരെ വിഷമം തോന്നി. എങ്ങനെയെങ്കിലും പാസ്സാവണം, അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. ആ തിരിച്ചറിവ് നൽകിയ ഊർജം ചെറുതായിരുന്നില്ല. ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു ആ സംഭവം. പിന്നീട് അറിവ് നേടാനുള്ള യാത്രയായിരുന്നു ഹക്കീമിന്റെ ജീവിതം മുഴുവൻ. ബിരുദം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് സർവീസിലേക്ക് ജോലിയും ലഭിച്ചു. ഔദ്യോഗിക ജീവിതം ആരംഭിക്കാൻ തുടങ്ങി. ബിരുദം പൂർത്തിയാക്കാൻ കഴിയാത്തതിലെ വിഷമം ഒരു ഭാഗത്തുണ്ടായിരുന്നു. എന്നാലും ജോലിക്കൊപ്പം അത് പൂർത്തിയാക്കി. പഠനം പക്ഷേ ഹക്കീം അതുകൊണ്ടും നിർത്തിയില്ല. അത്ഭുതകരമായിട്ട് തന്നെ പറയാം, എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവെന്ന് പറയാം. അങ്ങനെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ജോലിക്ക് ഞാൻ സെലക്ഷൻ ആവുകയാണ്. അങ്ങനെ അതിന് ശേഷം ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോഴെൻ്റെ മനസ്സിൽ ട്രെയിനിങ് കഴിഞ്ഞ ഉടൻ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഈ സർവീസ് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ആ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇങ്ങനെ പഠിക്കണം എന്നുള്ള ആഗ്രഹം അതിന് ശേഷം വളരെ മനസ്സിലുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞുള്ള വൈകുന്നേരങ്ങളിൽ നിയമപഠനത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി പഠനം തുടങ്ങി വക്കീലായി. പിന്നീട് നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. തീർന്നില്ല, ക്രിമിനോളജി ഉൾപ്പെടെയുള്ള പല കോഴ്സുകളും തുടരെ പൂർത്തിയാക്കി. ലക്ഷ്യം ഒന്ന് മാത്രം, അറിവ് നേടുക. നേരത്തെ 5 മണി മുതൽ 10 മണി വരെയാണ് ക്ലാസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ തുടങ്ങി. പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു മനോജ് എബ്രഹാം സാറാണ് അന്നത്തെ സിറ്റി കമ്മീഷണർ. ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം പോയി കണ്ടു. ഞാനിങ്ങനെ പഠിക്കുകയാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു പെർമിഷൻ NOC വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു പ്രത്യേകമായിട്ടൊരു ഓർഡർ ഉണ്ടാക്കി തന്നു. നിങ്ങൾക്ക് റെഗുലർ ഡ്യൂട്ടിക്ക് എഫക്റ്റ് ചെയ്യാത്ത രൂപത്തിൽ ഇദ്ദേഹത്തിന് പഠിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല, എന്നാലും ഞാൻ നോക്കട്ടെ എന്നാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ എനിക്കൊരു ഓർഡർ ഉണ്ടാക്കി തന്നു. അന്ന് മുതൽ ജോലി ചെയ്യും, വൈകുന്നേരത്ത് പഠിക്കും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സെക്രട്ടേറിയറ്റിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അവിടുത്തെ എനിക്ക് തോന്നുന്നു അന്ന് അഡീഷണൽ സെക്രട്ടറി നമ്മുടെ ലിസി ജേക്കബ് മാഡമൊക്കെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്, ACS ആയിരിക്കുന്ന സമയത്തായിരുന്നത്. അങ്ങനെ അവിടെ ഒരു 6-7 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അങ്ങനെ അവിടെ നിന്ന് ജോലിയോടൊപ്പം തന്നെ പഠിച്ചിട്ട് അത് LLB കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വീണ്ടും നിയമത്തിൽ തന്നെ PG എടുക്കണം. പഠിച്ച അറിവുകൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനാകുന്നില്ല എന്നുള്ള വിഷമമായിരുന്നു പിന്നീട് ഹക്കീമിന്. അങ്ങനെ ഹക്കീം ദുബായിലേക്ക് വിമാനം കയറി. ഇതുവരെ അറിയാത്ത സ്ഥലം, പുതിയ ലോകം, പുതിയ കാഴ്ച, പുതിയ അനുഭവം. പക്ഷെ അവിടെയും അറിവ് സമ്പാദിച്ച് മുന്നേറാൻ തന്നെയായിരുന്നു അഡ്വക്കേറ്റ് ഹക്കീമിന്റെ തീരുമാനം. അങ്ങനെ ഒരു സ്വദേശിക്ക് കീഴിൽ ലീഗൽ റിസർച്ചറായി അഡ്വക്കേറ്റ് ഹക്കീം പരിശീലനം ആരംഭിച്ചു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ പഠിച്ചു, പക്ഷെ എനിക്കൊന്നും അത് പ്രയോഗിക്കാൻ കഴിയുന്നില്ല, ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഞാൻ 2011 തോന്നുന്നു എനിക്ക് SIയുടെ ഇത് റിട്ടേൺ പാസ്സായി. അങ്ങനെ അതിനകത്ത് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് 2011 എനിക്ക് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അവസരം. അത് കിട്ടിയ ശേഷം പിന്നെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ആ സമയത്ത് എനിക്ക് വല്ലാതെ ഒരു ഇത് തോന്നി, കാരണം ഞാൻ പഠിച്ചതനുസരിച്ച് എനിക്കൊന്നും കിട്ടിയില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു
സുഹൃത്ത് ഒരു റിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആലപ്പുഴയുള്ള ഒരാളുണ്ട്. അദ്ദേഹം ഒരു ഫൈസൽ അസീസ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ആളുണ്ട്. അങ്ങനെ അവർ വഴി നമ്മളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വളരെ യാദൃശികമായിട്ട് വേറൊരു മേഖലയിലേക്ക് എന്ന് പറഞ്ഞിട്ട് എത്തിപ്പെടുമായിരുന്നു. ഇതുവരെ നേരിട്ടതിലും കഠിനമായ അനുഭവങ്ങളായിരുന്നു പിന്നീടുള്ള കാലം അത്രയും. സാധാരണ പ്രവാസികളുടെ ജീവിതത്തിലേക്ക് നേരിട്ടിറങ്ങിയുള്ള പ്രവർത്തനമായിരുന്നു പിന്നീട്. സാധാരണ പ്രവാസികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ നാട്ടിലെ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണെന്ന തിരിച്ചറിവ് സാധാരണ തൊഴിലാളിയിലേക്ക് വരെ നിയമപരിജ്ഞാനം എത്തിച്ചു നൽകേണ്ടതിന്റെ പ്രാധാന്യം ഹക്കീമിന് മനസ്സിലാക്കി നൽകി. പിന്നീട് അങ്ങോട്ട് അഡ്വക്കേറ്റ് ഹക്കീമിന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു. ലേബർ ക്യാമ്പുകളിലൂടെയും സാധാരണ തൊഴിലാളികൾക്കിടയിലൂടെയും അങ്ങനെ തന്നാലാകുന്ന ഇടങ്ങളിലെല്ലാം ഈ മനുഷ്യൻ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി. അതും പ്രതിഫലേച്ഛ കൂടാതെ. മനസ്സിലാക്കിയിടത്തോളം പല പ്രവാസികളും പല കഥകൾ പറയുമ്പോൾ അതിലൊക്കെ അവർക്ക് സംഭവിച്ചിട്ടുള്ളത് അവരുടെ ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ നിഷ്കളങ്കത ആണ് ഈ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും പ്രശ്നങ്ങളിലും അവരെ എത്തിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി അവരെ ബോധവൽക്കരിക്കലാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ചുരുക്കത്തിൽ ഒരു കേസിനെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. അവരെ ഈ കേസ് എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ലേബർ കേസൊക്കെ ആണെങ്കിൽ അതിൽ പലതും നമുക്ക് കിട്ടാത്ത അവകാശങ്ങളെക്കുറിച്ച് പറയാൻ മാത്രമേ നമ്മുടെ ജോലിയുള്ളൂ. പക്ഷെ അത് ഇവിടെ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഇവിടെ കുറവാണ്. അപ്പം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അറബിയിൽ അത് എഴുതുന്നതിന് വേണ്ട ആളുകളെ നമ്മൾ തയ്യാറാക്കി കൊടുക്കും. അങ്ങനെയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. മറ്റൊരു രാജ്യത്താണെന്നും അവിടുത്തെ നിയമങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായി ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സംഗതിയെന്നും ഹക്കീം പറയുന്നു. വഴിയറിയാത്ത സ്ഥലത്തേക്ക് ചോദിച്ച് പോകുന്നത് പോലെ ജീവിക്കുന്ന നാടിന്റെ നിയമത്തെക്കുറിച്ച് ബോധവാന്മാരാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ഹക്കീം പറയുന്നു. ഏറ്റവും കൂടുതൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വേറൊരു രാജ്യത്താണ് ജീവിക്കുന്നത്. നമ്മളെ ജീവിത മാർഗമായിട്ട് വന്നതാണ്. അപ്പോൾ പല കേസുകളിലും നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെയുള്ള രീതികൾ നമ്മളിവിടെ തുടരാനായിട്ട് പാടില്ല. ചില അബദ്ധങ്ങൾ സംഭവിക്കാം. പക്ഷേ അറിഞ്ഞുകൊണ്ട് നമ്മൾ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള വഴി നമ്മൾ ഉണ്ടാക്കരുത്. നമ്മളെല്ലാവരും പലതരം പ്രശ്നങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾക്കൊക്കെ ഓരോ വികാരങ്ങളുണ്ട്. നമ്മുടെ ഫീലിങ്സൊക്കെ നമ്മൾ പരിമിതികൾ വെച്ച് നമ്മുടെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അറിവില്ലായ്മയാണ് ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ലീഗൽ അവയർനെസ് നമ്മൾ ഒരു രാജ്യത്ത് പോകുമ്പോൾ ഉണ്ടാക്കണം. നമ്മളൊരു എവിടെ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആ വഴി യാത്ര ചോദിച്ച് നമ്മൾ പോകാറുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടെ നമ്മൾ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ലേബർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നിർബന്ധമായിട്ട് ആ കോൺട്രാക്റ്റ് വായിച്ചു നോക്കണം. ഇന്ന് കണ്ടുവരുന്നത് സാധാരണക്കാരായിട്ടുള്ള ഭൂരിഭാഗം ആളുകളും ഈവൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എഞ്ചിനീയർമാരായിട്ടുള്ള ആളുകൾ പോലും ആ കോൺട്രാക്റ്റ് വായിച്ചു നോക്കാതെ അവസാന പേജ് മാത്രം ഒപ്പിട്ട് കൊടുത്തു, അതുകൊണ്ട് എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറയുന്ന ആൾ. ക്രെഡിറ്റ് കാർഡ് പ്രശ്നങ്ങളിലും ലോൺ പ്രശ്നങ്ങളിലും വാടക കുടിശ്ശിക കേസുകളിലും ഉൾപ്പെടെ മലയാളികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരം സ്വയം അറിവ് സമ്പാദിക്കുക എന്ന ചിന്ത പ്രാവർത്തികമാക്കിയാൽ ഇല്ലാതാകുമെന്ന് അഡ്വക്കേറ്റ് ഹക്കീം തന്റെ അനുഭവങ്ങളിലൂടെ പറയുന്നു. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ആയിരക്കണക്കിന് ആളുകൾക്കാണ് അഡ്വക്കേറ്റ് ഹക്കീം സഹായമാകുന്നത്. തന്റെ സഹജീവികളിലേക്ക് പകരാനായില്ല എങ്കിൽ താൻ നേടിയ അറിവുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് പുഞ്ചിരിയോടെ ചോദിക്കും ഹക്കീം. അതുതന്നെയാണ് UAE സാധാരണ പ്രവാസികളുടെ നിയമപ്രതിസന്ധികളിൽ അവസാന വാക്കായി ഈ മനുഷ്യൻ മാറുന്നതും. അറബി ദിസ് വീക്കിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെ എത്താം.